പ്രിയയുടെ മോചനം എന്നുള്ളത് ഇനി നടക്കാൻ ഒരു സാധ്യതയുമില്ല. യമൻ പ്രസിഡന്റ് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. അവിടുത്തെ പരമോന്നത കോടതിയും വധശിക്ഷ ശരിവച്ചിരുന്നു. ഇനി ഒരു മാസത്തിനകം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയേക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹായ്, ഫേസ്ലെസ് ആണ്. ഒരു ദുരന്ത കഥ പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കഥയല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. നിമിഷപ്രിയയുടെ കഥ. പീഡനവും വധശിക്ഷയും നേരിടുന്ന ഒരു മലയാളിയുടെ പോരാട്ട കഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. കേരളത്തിൽ നിന്നുള്ള നഴ്സായ നിമിഷപ്രിയ 2018 മുതൽ യമനിൽ വധശിക്ഷ നേരിടുന്നു. 2017 പീഡനത്തിനും മാനസിക പീഡനത്തിനും ശാരീരിക പീഡനത്തിനും ശ്രമിച്ച തലാൽ അബ്ദോ മഹദിയെ കൊന്നതിനാണ് അവരെ കുറ്റക്കാരാക്കിയത്. നിമിഷയുടെ വാദപ്രകാരം തന്റെ പാസ്പോർട്ട് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ ദുരന്തം. മഹദിയുടെ മരണശേഷം നിമിഷ അറസ്റ്റിലായതോടെ ഈ സംഭവം അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. 2024 ഡിസംബർ 30 യമനിലെ പ്രസിഡന്റ് റാഷദ് അൽ അലീമി നിമിഷയുടെ വധശിക്ഷ അംഗീകരിച്ച് ശിക്ഷ നടപ്പാക്കാൻ ഒരു മാസത്തെ സമയപരിധി നിശ്ചയിച്ചു. യമനിലെ നിയമപ്രകാരം ഇരയുടെ കുടുംബം രക്തപ്പണം സ്വീകരിച്ച് കുറ്റവാളിയെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ വധശിക്ഷ ഒഴിവാക്കും. നിമിഷയുടെ കുടുംബവും മനുഷ്യാവകാശ സംഘടനകളും ഇത്തരം മാപ്പ് നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളും യമനിലെ രാഷ്ട്രീയ അസ്ഥിരതയും ഈ ശ്രമങ്ങൾക്ക് തടസ്സമാണ്. ഇനിയും നിമിഷപ്രിയയെക്കുറിച്ച് ഞാൻ പറയാം. നിമിഷപ്രിയ കേരളത്തിൽ ജനിച്ചു വളർന്ന് നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിവിവരങ്ങൾ മെച്ചപ്പെടുത്താൻ വിദേശത്ത് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. 2015 അവർ യമനിലെത്തി. സനായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി തുടങ്ങി. ഇവിടെയുള്ള ആരോഗ്യ മേഖലയിലെ പ്രാവീണ്യം അവരെ മികച്ച രീതിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറ്റി. യമനിൽ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന സമയത്താണ് തലാൽ അബ്ദോ മഹദിയുമായി നിമിഷ പരിചയപ്പെടുന്നത്. അയാൾ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആദ്യകാലത്ത് അദ്ദേഹം തന്ത്രശാലിയായ ഒരു സഹായകന്റെയും പിന്തുണക്കാരന്റെയും രൂപത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. തലാൽ അവളെ തന്റെ സ്വപ്നമായ ക്ലിനിക്ക് സ്ഥാപിക്കാൻ, അതായത് നിമിഷയ്ക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു ക്ലിനിക്ക് സ്വന്തമായിട്ട് സ്ഥാപിക്കണമെന്ന്. തലാൽ ഈ ക്ലിനിക്ക് സ്ഥാപിക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. നിമിഷ മഹദിയെ വിശ്വസിച്ച് പണത്തിനും അതുപോലെ തന്നെ ഇതിന്റെ മാനേജറിയൽ ചുമതലകൾക്കും റെസ്പോൺസിബിലിറ്റി മഹദിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ പിന്നീട് ഈ ബന്ധം നിമിഷയെ ഒരു തീരാവേദനയിലേക്ക് എത്തിക്കുകയായിരുന്നു. മഹദിയുമായി ഉണ്ടായിരുന്ന ഈ ബന്ധം പീഡനപരമായ ബന്ധമായി മാറിയെന്ന് നിമിഷ പിന്നീട് ആരോപിച്ചു. മഹദി നിമിഷയുടെ പാസ്പോർട്ട് പിടിച്ചുവെച്ചത് അവർ യമനിൽ കുടുങ്ങിക്കിടക്കാനിടയാക്കി. മഹദി അവളെ ശാരീരികമായും മാനസികമായും പീഡനം തുടങ്ങി. അതുപോലെ തന്നെ മഹദിയുടെ അനുവാദമില്ലാതെ അവൾക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥ വരെ എത്തി. മഹദി ഒരു വിവാഹ വ്യാജരേഖ തയ്യാറാക്കി നിമിഷ തന്റെ ഭാര്യയാണെന്ന് നിയമപരമായി കാണിക്കാൻ ശ്രമിച്ചതായി ആരോപണമുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള നിമിഷയുടെ ആഗ്രഹപ്രകാരം 2017 നിമിഷയും കൂട്ടുപ്രതിയും ചേർന്നിട്ട് തലാലിന് താൽക്കാലികമായി മയക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അവരുടെ ലക്ഷ്യം പാസ്പോർട്ട് തിരിച്ചുപിടിച്ച് യമനിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മഹദിയുടെ പാനീയത്തിൽ മയക്കുമരുന്ന് ചേർത്താണ് അവരതിന് ശ്രമിച്ചത്. മഹദി ബോധരഹിതനായി. പക്ഷേ അയാൾക്ക് കുറെ അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് അയാളുടെ നില കുറെ വഷളാവുകയും മരണം സംഭവിക്കുകയും ചെയ്യും. ഈ മരണത്തിന്റെ കാരണം മയക്കുമരുന്നിന്റെ സൈഡ് എഫക്ട്സ് ആകാമെന്നാണ് ആരോപണം. ഇതിനുശേഷം ഭയം കൊണ്ട് മഹദിയുടെ ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി തെളിവുകൾ ഒളിപ്പിക്കാൻ വേണ്ടി നശിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. മഹദിയുടെ ദുരൂഹമായ കാണാതാകൽ കേസിൽ അന്വേഷണം നടത്തി. 2018 നിമിഷയും കൂട്ടുപ്രതിയും അറസ്റ്റിലായി. 2020 ഇവരെ മുൻകൂട്ടി തീരുമാനിച്ച കൊലപാതകത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെ നിമിഷയും നിമിഷയുടെ പ്രിയപ്പെട്ടവരും ഇതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുകയാണ്. യമനിലെ നിയമം അനുസരിച്ച് ഇരയുടെ കുടുംബം രക്തപ്പണം സ്വീകരിച്ച് കുറ്റവാളിയെ മാപ്പ് നൽകുകയാണെങ്കിൽ വധശിക്ഷ ഒഴിവാക്കും. മഹദിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്ന രക്തപ്പണം വളരെ ഉയർന്നതായതിനാൽ നിമിഷയുടെ കുടുംബത്തിന് അതൊരു വലിയ വെല്ലുവിളിയാണ്. യമനിലെ ആഭ്യന്തര കലാപം ഈ നിയമ നടപടികളെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുന്നുണ്ട്. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംഘടനകളും അഭിഭാഷകരും ഇപ്പോൾ രക്തപ്പണം സമാഹരിക്കാൻ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലെ സ്ഥിതി പ്രകാരം 2024 ഡിസംബർ 30 യമനി പ്രസിഡന്റ് റാഷദ് അൽ അലിമി നിമിഷയുടെ വധശിക്ഷ അംഗീകരിച്ച് 2025 ജനുവരിയിൽ വധശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിമിഷയുടെ കുടുംബത്തിന് സഹായം നൽകാൻ ഇന്ത്യൻ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിരവധി മനുഷ്യാവകാശ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, നടന്മാർ, ആഗോള സംഘടനകൾ ഇവർക്ക് വേണ്ടി പോരാടുന്നുണ്ട്. രക്ഷപ്പെടാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് കുറെ ദൗത്യശ്രമങ്ങളും നയതന്ത്ര ചർച്ചകളും ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ജനമനസാക്ഷിയുടെ പിന്തുണ നിമിഷയുടെ കൂടെയുണ്ട് എന്നുള്ളതും ഒരു നല്ല കാര്യമാണ്. നിമിഷപ്രിയയുടെ കേസ് അന്യരാജ്യങ്ങളിൽ ജോലിക്ക് പോയി കഷ്ടപ്പെടുന്ന അവിടുത്തെ അടിമത്തം സഹിക്കുന്നവർക്കും ഒരു ഉദാഹരണമാണ്. പീഡനോ അടിമത്തോ അഭിമുഖീകരിച്ച ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഇതുപോലുള്ള ഒരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നത്. നിമിഷയെ രക്ഷിക്കാൻ ഇപ്പോഴും ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ബൈ.